ഈശോയുടെ തിരുഹൃദയ തിരുനാളിന് തൊട്ടുപിന്നാലെ വരുന്ന ശനിയാഴ്ച കത്തോലിക്ക സഭ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമലഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ പുണ്യദിനത്തിൽ കത്തോലിക്കർക്കിടയിൽ അധികം ആർക്കും അറിയപ്പെടാതെ എന്നാൽ അനേകം വിശ്വാസികൾക്ക് അത്ഭുതകരമായ രോഗശാന്തിയും മാനസാന്തരവും സമ്മാനിച്ച പച്ച ഉത്തിരീയത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഫ്രാൻസിലെ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് വിൻസെന്റ് പോൾ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ ജസ്റ്റിൻ ബിസ്ക്യൂ ബുരുവിന് പരിശുദ്ധ അമ്മ നൽകിയ ദർശനത്തിലൂടെയാണ് പച്ച ഉത്തിരീയം ലോകത്തിന് ലഭിക്കുന്നത്. 1840 സെപ്റ്റംബർ 8 ഇതിനാസ്പദമായ ദർശനമുണ്ടായത്. ഒരു കൈയിൽ ജ്വലിക്കുന്ന തന്റെ ഹൃദയവും മറുകൈയിൽ പച്ച ചരടിൽ കോർത്ത പച്ച തുണി കൊണ്ടുള്ള ഉത്തരീയവുമായി എത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഈ ഉത്തരീയത്തിന്റെ ഒരു വശത്ത് അമലോത്ഭവ മാതാവിന്റെ ചിത്രവും മറുവശത്ത് വാളാൽ തുളയ്ക്കപ്പെട്ടതും സൂര്യനേക്കാൾ പ്രകാശമുള്ള കിരണങ്ങൾ പുറപ്പെടുവിക്കുന്നതുമായ ഒരു വിമല ഹൃദയവുമാണ് ഉണ്ടായിരുന്നത്. കൂടാതെ മറിയത്തിന്റെ അമലോത്ഭവ ഹൃദയമേ, ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ഹൃദയത്തിന് ചുറ്റും എഴുതിയിരുന്നു. ആത്മാക്കളുടെ മാനസാന്തരത്തിനായുള്ള ഒരു വലിയ ആയുധമായി ഈ ഉത്തരീയം ലോകമെമ്പാടും പ്രചരിക്കണമെന്ന് പരിശുദ്ധ അമ്മ സിസ്റ്ററിനോട് ആവശ്യപ്പെട്ടു. പിന്നീട് 1863 1870 പയസ് 9 മാർപ്പാപ്പ ഈ ഭക്തിക്ക് ഔദ്യോഗിക അംഗീകാരം നൽകി. പച്ച ഉത്തിരീയം അഥവാ അമലോത്ഭവ ഉത്തിരീയം ധരിക്കുകയോ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവരുടെയോ രോഗികളുടെയോ മുറിയിൽ അവർ അറിയാതെ ഇത് സൂക്ഷിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് വഴി വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടെന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ജാക്ലിൻ ബെർഗ്പൈൽ തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയാണ്. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാൽ മരണത്തോട് മല്ലിട്ട അവരുടെ മുത്തശ്ശിയുടെ ബെഡിന്റെ അടിയിൽ അമ്മ ഈ ഉത്തരീയം കൊണ്ടുപോയി വെച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, മണിക്കൂറുകൾക്കകം മുത്തശ്ശിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും അവർ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഫാദർ റോബർട്ട് എ മാക്ഡൊണാൾഡിന്റെ സാക്ഷ്യം ഏറെ പ്രശസ്തമാണ്. മുൻപ് പെൻസിലിൻ മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിന് മുൻപുള്ള കാലത്ത് കടുത്ത ന്യൂമോണിയ ബാധിച്ച് രക്തസ്രാവത്തോടെ അദ്ദേഹം ആശുപത്രിയിലായി. അപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു സിസ്റ്റർ അദ്ദേഹത്തിന് ഈ ഉത്തരീയം നൽകി. ആ സിസ്റ്റർ മുൻപ് ക്യാൻസർ ബാധിച്ച് ഡോക്ടർമാർ കൈവിട്ട നിലയിൽ നിന്നും ഈ പച്ച ഉത്തരീയത്തോടുള്ള ഭക്തിയിലൂടെ പൂർണ്ണ രോഗശാന്തി നേടിയ വ്യക്തിയായിരുന്നു. ഫാദർ ഈ ഉത്തരീയം കഴുത്തിലിട്ടതോടെ അദ്ദേഹത്തിന്റെ രക്തസ്രാവം ഉടനടി നിൽക്കുകയും എക്സ്റേ പരിശോധനയിൽ ശ്വാസകോശത്തിലെ മുറിവുകൾ പൂർണ്ണമായും ഉണങ്ങിയതായി കണ്ടെത്തുകയും ചെയ്തു. അടിയന്തര ഘട്ടങ്ങളിൽ പ്രത്യാശയോടെ ധരിക്കാവുന്ന ഈ ഉത്തരീയം ഇന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് കത്തോലിക്ക വിശ്വാസികളുടെ അഭയകേന്ദ്രമായി തുടരുകയാണ്.